ഇവന്റെ മോനാണ് കാലിനെ ശ്രദ്ധിച്ചാൽ രണ്ട് ദിവസമായിരുന്നു ഇതാണ്. ഗൈസ് അപ്പതേ നമ്മളിറങ്ങിയിട്ടുണ്ട്. സെന്ററിൽ ഇരിക്കും ഇവിടെ ഇത് ഇതിന്റെ പേര്. ഗൈസ് അപ്പതേ നമ്മളിറങ്ങിയിട്ടുണ്ട്. ഞാനു ചെറുതായിട്ടൊന്ന് ഛർദിച്ചായിരുന്നു, അപ്പൊ അത് കാരണം എടുക്കാൻ പറ്റിയില്ല സ്റ്റാർട്ടിങ് വീഡിയോ. അതെ, സ്റ്റാർട്ടിങ് ഒന്ന് ഡിലേ ആയി. ഇപ്പൊ ഛർദിച്ചപ്പോ ആള് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അമ്മയും പപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. എങ്ങനെ പോണേ നിങ്ങള്? പ്രസവിച്ച് കിടക്കുമ്പോ നിങ്ങൾ എങ്ങടാ പോണേ? അതെ, പാവം. എങ്ങനെ പോണേത്? കൽക്കട്ടയ്ക്ക് പോവാ. എന്തിനാ പോണേ? ഗോൾഡൻ ജൂബിലി. ആരുടെ ഗോൾഡൻ ജൂബിലി? വരുമ്പോൾ എനിക്ക് എന്ത് കൊണ്ടുവരും? മര്യാദ അത് പറ്റില്ല. പപ്പ പറയും എന്ത് കൊണ്ടുവരും? നിനക്ക് ഒരു 10 പവന്റെ ഒരു മാലയും പിന്നെ 10 വളയും. കൊൽക്കട്ടയില് ഗോൾഡിന് റേറ്റ് കുറവാണോ? ഗോൾഡിന് റേറ്റ് കുറവല്ല. സ്മഗ്ലിങ്ങിനാണ് നിങ്ങൾ പോണേ? ഓഹോ, നിങ്ങളിപ്പോ കള്ളക്കടത്തിന് വേണ്ടി പോവാണല്ലേ? ഓഹോ, പണ്ട് തൊട്ടേ അങ്ങനെയാ. മമ്മിയുടെ സ്വർണ്ണം ബിസിനസ്സാണ് നമ്മുടെ. അപ്പൊ അങ്ങനെ. പിന്നെ അപ്പൊ ഇന്ന് പോയിട്ട് എന്നാ വരാ നിങ്ങള്? ഞങ്ങള് 30-ാം തീയതി. അതെ, 25-ാം തീയതി പോയിട്ട് 30-ാം തീയതി തിങ്കളാഴ്ച എത്ര മണിക്ക് എത്താ? വാക്ക് പാലിച്ചോളണം. രാത്രി 7:30 എത്തുന്നു നിങ്ങൾ. അപ്പൊ രാത്രി 7:30 ഇവര് വരുമ്പോ ഇവരുടെ പെട്ടി തുറക്കണ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും. നേരത്തെ അതനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ ആ പെട്ടി തുറക്കാൻ. ഓക്കെ, മുഷിഞ്ഞ 4 ഡ്രസ്സുകളുള്ള ഒരു പെട്ടിയായിരിക്കുന്നു തിരിച്ചു വരുമ്പോ ഉണ്ടാവുക. അല്ലാണ്ട് വേറൊരു അവിടെ അലക്കാനുള്ള സൗകര്യം ഇല്ല, അതുകൊണ്ട് മാത്രം. അപ്പൊ പെട്ടി തുറക്കൽ ചടങ്ങ് ഉണ്ടാവുന്നതായിരിക്കും നമുക്ക്. അപ്പൊ പപ്പ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അവിടത്തെ സ്ട്രീറ്റിലൊക്കെ പോയി പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, 35 രൂപ കയ്യിലുണ്ട്, അതുകൊണ്ട് വേണം അവിടെ പോയിട്ട് വരാൻ, കാര്യങ്ങൾ തീർക്കാനുണ്ട്. ഇനി നമ്മുടെ വേറൊരു ടീം വേറെ വണ്ടിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്ന് അതെ, ഇവന്റെ ഈ ഛർദിക്ക് കാരണം കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് അങ്കമാലിയിൽ എത്തിയിട്ടുണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി? ഓപ്ഷൻസിന്റെ പരസ്യം അല്ലാട്ടോ ഗൈസ്. അതെ അതെ, ടൈമിംഗ് ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങളുടെ ഓടണ്ടാട്ടാ, അവിടെ പോലീസുകാരുണ്ട്. ഇനി ഫുള്ള് ക്യാമറ ട്രൈ ചെയ്യാനോ? ക്യാമറ ഇടാം. Sorry, I didn't get that. Please say that again. Terminal 1 Air Cargo. This function is not supported through voice commands. Please use manual controls. Goodbye for now. Please say that again. I still didn't get that. Please say your command again. Yanu? കിച്ചു എന്നിട്ട് പറയണ കിച്ചു? അമ്മ പോവാന്ന് പറഞ്ഞപ്പോ കിച്ചു കരയുന്ന അമ്മ വിചാരിച്ചു. സന്തോഷായത്. പലഹാരൊക്കെ പപ്പടായിട്ട് കിട്ടും. എയർപോർട്ടിൽ പപ്പ പറ
എനിക്കറിയില്ല ഓമനാൻറ്റി പറ. അല്ല അതെ ഇവനിവിടെ വലിയൊരു ജോലിക്കാരനാണ്. ആ. പക്ഷെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര പ്രയർഫുള്ളാണ്, വളരെ ദൈവപേടി ഭയമൊക്കെ ആയിട്ട്. പിന്നെ അവന് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ട്രൈ ചെയ്യാണ്. ഓമനാൻറ്റിയുടെ കെയർ ഓഫിലാണോ? എന്റെ കെയർ ഓഫിലല്ല, ഫാദർ റെനി അച്ഛന്റെ കെയർ ഓഫിലാണ്. അച്ഛനായിട്ട് പരിചയപ്പെട്ടത്. അച്ഛൻ എനിക്ക് നമ്പർ തന്നതാണ്. ആണല്ലേ, ഓക്കെ. അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. ഇതിന്റെ മോനാണ് താഴെ ഇതാണ്. ഇവിടെയാണ് ആ പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് പോ. ഞങ്ങൾ രണ്ടുപേരുടെയും പേരില്ല ചാനല്. ആ, സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇപ്പൊ തന്നെ. എടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമ്മളപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരാളെ കൊണ്ട് നമ്മൾ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നത്. അപ്പൊ ചേട്ടനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതെ. അപ്പൊ പോക്കോ, ഓമനാൻറ്റി ടാറ്റ പറഞ്ഞു പോ. അവനാൻറ്റി ടാറ്റ കൊടുക്ക്. അപ്പൊ സന്തോഷമായിട്ട് ചേച്ചിയോട് അടിച്ചു പൊളിച്ചിട്ട് വാ. ചേച്ചിമാരും എല്ലാവരും അടിച്ചു പൊളിച്ച് വെല്ലിയാണ്ടിയോട് അന്വേഷണം പറയാ. പപ്പേ ബായ് പറപ്പോ. ചിന്താൻറ്റി ബായ്, വീഡിയോയിൽ കാണാം. എൽച്ചാൻറ്റി ഇനിയൊരു ടീമുണ്ട് കേട്ടോ. ബായ്. കിച്ചു ടാറ്റ. എന്തിനാ അടിയേന്? ടാറ്റ, പോക്കോ ബൈ. അമ്മേ ഹാപ്പി ജേണി. അമല് പട്ടിക്ക് ചോറ്. ഗൈസ്, അപ്പതേ ഞങ്ങള് അവരെ കൊണ്ടാക്കി. ഞാനും ചെറുതായിട്ട് കരഞ്ഞോണ്ട് ഞാൻ പറ്റിച്ചു. ഞാനും പോകണ്ടെന്ന് പറഞ്ഞിട്ട് കഞ്ഞാ ഒരു മനമിച്ചി മമ്മി എന്നെ കൊണ്ടുപോകാണ്ട് എങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവില്ല. മമ്മി എന്നെ കൊണ്ടുപോട്ടാ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരുമായി. പിന്നെ ബാക്കിൽ ഒരാൾ തലവലി എടുത്തിട്ട് ഉറങ്ങാനോടാ, കാണില്ലല്ലോ. ആ, അവള് കാണാതെ വെച്ചിരിക്കുന്നുണ്ട്, കണ്ടാ. അങ്ങനെ അപ്പോൾ അവര് ഇനി എത്ര മണിക്ക് എത്താം? 4 മണിക്കൂർ ടൈം എടുക്കുന്ന പറഞ്ഞു നമ്മുടെ അടുത്ത്. പിന്നെ ബാംഗ്ലൂർ എവിടെയെങ്കിലും ഹോൾട്ട് ഇല്ലേ? എവിടെ ഹോൾട്ട് ഉണ്ട് അവർക്ക്. ബാംഗ്ലൂർ 1 മണിക്കൂർ ഹോൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ എത്തിയിട്ട് നമ്മളെ വിളിക്കും. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോട്ടെ, വന്നിട്ട് കാണാം.